ഹായ് ഓൾ. ഇപ്പൊ കീം 2026 അലോട്ട്മെന്റ് പ്രോസസ് അഥവാ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും ഏതൊക്കെ ബ്രാഞ്ചുകളിൽ നിങ്ങൾ കൊടുക്കണം, ഏതൊക്കെ കോളേജുകളിൽ കൊടുക്കണം, ഇതിൻ്റെയൊക്കെ ഐഡിയ കൃത്യമായിട്ട് തരുന്ന ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഒരുപാട് നേരം നിങ്ങൾക്ക് ചിലവാക്കാനില്ല എന്നറിയാം. കാരണം 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കോച്ചിങ്ങിനൊക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്. അതായത് എത്രത്തോളം ശ്രദ്ധയോടെ നിങ്ങൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ അതിന്റെ ഒരു 5 ഇരട്ടി ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അലോട്ട്മെന്റ് പ്രോസസ്സ്. കാരണം കീം പരീക്ഷയിൽ നിങ്ങൾക്ക് റാങ്ക് 1 കിട്ടി, റാങ്ക് 2 കിട്ടി, റാങ്ക് 3 കിട്ടി. പക്ഷെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കാതെ അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ആ റാങ്കിന് ഒരു വിലയും ഇല്ലാതാവും. കാരണം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉയർന്ന റാങ്ക് കിട്ടിയതിന്റെ പേരിൽ ഒരു സീറ്റ് കോളേജ് തരില്ല. അത് നിങ്ങൾ തന്നെ യു മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ അലോട്ട്മെന്റ് പ്രോസസ്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആദ്യമായിട്ട് നമ്മളിതിനെ ഞാൻ ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പേ, ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ബുക്ക് നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ മൊബൈലിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടും കമ്പ്യൂട്ടറിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടും പുസ്തകത്തിൽ എഴുതുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിന് നിങ്ങളൊരു ചെറിയൊരു 10 രൂപയുടെ സ്പ്രിംഗ് ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഒരു 10 രൂപയുടെ ഒരു ബുക്ക്, ഒരു പേന അതിൽ തന്നെ വെക്കുക. കാരണം പല സന്ദർഭങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇന്നലെ നിങ്ങൾ ചിന്തിച്ച ബ്രാഞ്ച് ആയിരിക്കും, ഇന്നലെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡാറ്റാ സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് എഴുതുക. അത് കയ്യിൽ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നേലും മാറ്റങ്ങൾ വരുത്തുക. ചിലപ്പോൾ ഒരു ബസ്സിൽ പോകുമ്പോഴായിരിക്കും നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട ആൾ പറയാണ്, മോനെ ഇനിയിപ്പോൾ 2032 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ വേണ്ടി പോകുന്ന ഇന്ന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനാണ്. അതൊരു പുതിയൊരു അറിവായിരിക്കും. അയാൾ പറയണം, നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കമ്പനിയിൽ അങ്ങനെയൊക്കെ കാരണം ലൈഫിൽ ഏത് സമയത്ത് നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെറിയ ബുക്കിലേറ്റ് ഒരു ബുക്ക് കയ്യിൽ കരുതണമെന്ന് ആദ്യമായിട്ട് എൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ബുക്കിൽ, നമ്മുടെ അലോട്ട്മെന്റ് ബുക്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ സൈറ്റിലേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. c.kerala.gov.in കീം 2025. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് 2026 അല്ലേ? നമുക്ക് വേണ്ടത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആണ്. ഇപ്പൊ 2025 നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. ഈ 2025 റാങ്ക് ലിസ്റ്റ് പ്രകാരം നമുക്ക് ആദ്യം കുറച്ച് ഡാറ്റ എടുക്കാനുണ്ട്. ആ ഡാറ്റ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാം മെഡിക്കൽ എന്ന് കാണാം, ബിഫാം എന്ന് കാണാം, എഞ്ചിനീയറിംഗ് എന്ന് കാണാം, ആർക്കിടെക്ചർ എന്ന് കാണാം. നിങ്ങൾക്ക് വേണ്ടത് എഞ്ചിനീയറിംഗ് ആണല്ലോ. എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കാണാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ട അലോട്ട്മെന്റ് ആണ്. അതിലാണ് എല്ലാ കോളേജുകളും ഉണ്ടാവുക. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അതിൽ കാണാനുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ഫേസ് ആകുമ്പോഴത്തേക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ എല്ലാ സീറ്റുകളും തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സെക്കൻഡ് ഫേസിൽ കാണാത്തത്. അപ്പൊ ഈ ലാസ്റ്റ് റാങ്ക് നോക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് ഫേസ് ആണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ റാങ്ക് 4720 ആയിരിക്കും അല്ലെ, 4720. ഇതിപ്പം മനസ്സിൽ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് 12490, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് 33370, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് 14300, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ ഒരു മാജിക് നമ്പർ, അത് തീർച്ചയായിട്ടും മാജിക് നമ്പർ തന്നെയാണ്. ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഇനി കോളേജിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. വാട്ട് എവർ മേ ബി ദ റാങ്ക്, അത് 3000 ആയാലും 5000 ആയാലും ഈവൻ 1000 ആയാലും ബിലോ 1000 ആയാലും ആ ഒരു റാങ്ക് നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമുക്ക് വേണം. കാരണം വെനെവർ യു ആർ ചെക്കിംഗ് ദ ഡാറ്റ, നമ്മുടെ റാങ്ക് എത്രയാണ് ധാരണ വേണം. കാരണം നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടുക. അങ്ങനെ ഈ ഓപ്ഷൻ ഇതിന്റെ ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, ചെറുതാണ്. ഞാൻ ഡയറക്റ്റ് ആയിരുന്ന ഒരു കോപ്പി ചെയ്തതാണ്. എനിക്കൊന്ന് ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ടു മച്ച്. എന്നാൽ ഉള്ളത് വെച്ചിട്ട് നോക്കാം. ഇങ്ങനെ കാണാം ചെക്ക് കോഴ്സ്. ഇവിടെ കാണിക്കുന്നത് ആദ്യം നമ്മൾ എടുക്കുന്ന പേജാണ്. അത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ചെറുതാണ്, കാണില്ല, നോക്കിയിട്ട് കാര്യമില്ല. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിടെക്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, 2 കാര്യങ്ങൾ തീരുമാനം എടുക്കുക. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ആണോ നിങ്ങൾ നോക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക. അതായത് മേ ബി നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആണ് നോക്കുന്നതെങ്കിൽ അത് ആൽഫബറ്റിക് ഓർഡർ അവിടെ ഉണ്ടാവും. ആദ്യം അത് കണ്ടോ, ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അങ്ങനെയാണ്. അങ്ങനെ പോയി കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗത്തേക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളേജിന്റെ പേര് കാണാം. വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വായിക്കാം. ഇപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, അങ്ങനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഇതൊക്കെ ഉണ്ടാവും.
അത് ഗവൺമെന്റ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ, അതിന്റെ കോഡ് ഉണ്ട്, ജി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് ആണോ എന്നുണ്ടാവും. എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന റാങ്ക് ഇപ്പോൾ 341 അങ്ങനെയൊക്കെ കാണാം, ചെറുതാണ്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ടോപ്പിൽ ഒരു കാറ്റഗറി കാണാം, അത് ഈഴവയാണോ, മുസ്ലിം ആണോ, ലാറ്റിൻ കത്തോലിക് ആണോ, വിശ്വകർമ്മയാണോ, അല്ലെങ്കിൽ പിന്നെ SC ആണോ, ST ആണോ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ചെക്ക് ചെയ്യണം, കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ റാങ്ക് 4735 പക്ഷെ അവിടെ ഫസ്റ്റ് പോയിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 430 ആകുമ്പോഴേക്ക് തീർന്നു. പിന്നെ അത് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോസിബിലിറ്റി ചെക്ക് ചെയ്യുക. ചുമ്മാ ഒരു സാധ്യതയും നമുക്ക് കിട്ടാനില്ലാത്ത കോളേജുകൾ കുറെ നേരം നോക്കിയിട്ട് അതിന്റെ ഓപ്ഷൻ കൊടുത്തോണ്ട് കാര്യമില്ല. പക്ഷെ ഹയർ ഓപ്ഷൻ എന്നുള്ളൊരു സംഗതി ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ മക്കളെ മനസ്സിലായി എന്ന് കരുതുകയാണ്. കീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കണം, അതിന്റെ ഫസ്റ്റ് ഫേസ് എടുക്കണം, പിന്നീട് സെക്കൻഡ് ഫേസും കൂടെ നോക്കാം. ഫസ്റ്റ് ഫേസ് നോക്കണം, സെക്കൻഡ് ഫേസ് നോക്കണം. ഈ 2 ഫേസ് നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഏതിന്റെ ഐഡിയ? നിങ്ങളുടെ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് 4000 അറൌണ്ട് 4300 ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ കറക്റ്റ് 4300 അല്ല നോക്കേണ്ടത്. നമുക്കൊരു അവിടെ ഒരു ഫസ്റ്റ് ഒരു 2000 കിട്ടിയ മുതൽ തുടങ്ങാം. 2000 കിട്ടിയ കോളേജുകളൊക്കെ ആദ്യം വെക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ 4300 ഓപ്ഷൻ 1 വെക്കുന്നതിന് പകരം 2000 അല്ലെങ്കിൽ 1500 കിട്ടിയ കോളേജുകൾ ആദ്യഘട്ടത്തിൽ വെക്കാം. അതിനെയാണ് നമ്മൾ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഹയർ ഓപ്ഷൻ വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 4300 റാങ്ക് കിട്ടിയ കോളേജ് ഫസ്റ്റ് വെച്ചു ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെച്ചു. നിങ്ങളുടെ ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ നല്ല കാലത്തിനോ അത് നിങ്ങൾക്ക് കിട്ടി. യു ഗോട്ട് അഡ്മിഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോളേജ്. അതോടുകൂടി ഈ അലോട്ട്മെന്റ് പ്രോസസ് നിങ്ങൾ ഔട്ടായി. കാരണം ബാക്കി നിങ്ങൾക്ക് കുറെ കോളേജുകളുണ്ട്, പക്ഷെ അതൊക്കെ അതിന്റെ താഴെയാ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആദ്യ ഘട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ, വിട്ടോ എന്നാണ് പറയുന്നത്. പോയിക്കോളൂ, സീറ്റ് കിട്ടിയാലും ഇനി ഇവിടെ നിൽക്കട്ടെ, വേറെ പിള്ളേർ വരട്ടെ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻ കുറച്ച് താഴെ, അതായത് ഒരു 5ഓ 10ഓ ഓപ്ഷൻസിന്റെ താഴെ വെച്ചാൽ മതി. ഒരു 10 ഓപ്ഷൻസ് എങ്കിലും നമ്മുടെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ആയിട്ട് വെക്കണം. അത് എന്താ, അതിപ്പോ നമ്മുടെ റാങ്ക് 4000 ആണെങ്കിൽ ഒരു 3000, 2000, 1500 ഒക്കെ പോവാം. ഒരുപാട് അങ്ങോട്ട് പോകണ്ട, 10 റാങ്കിനുള്ളിൽ വന്നതിലേക്ക് പോകണ്ട. അങ്ങനെയുള്ള സെറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതിന്റെ അല്പം മുകളിലുള്ള ഓപ്ഷൻസിനാണ് എന്ത് പറയുന്നത്, ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതിന്റെ കുറച്ച് മുകളിലുള്ള അത്. അപ്പൊ നിങ്ങൾ അത് കിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ കൊടുക്കുന്നത്? എന്തെങ്കിലും കാരണവശാൽ അതിൽ സീറ്റുകൾ ഒഴിവ് വന്നാലോ, കാരണം കുട്ടികളുടെ മെന്റാലിറ്റി പറയാൻ പറ്റില്ല, അവർ പലതും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹയർ ഓപ്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ ആയല്ലോ? ശരി. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി നോക്കിയിട്ട് നമ്മുടെ ഓപ്ഷൻ ബുക്കിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ എത്ര ഓപ്ഷൻസ് കൊടുക്കുക, എത്ര ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാം. 100 ഓപ്ഷൻ കൊടുക്കാം, 150 ഓപ്ഷൻ കൊടുക്കാം, 200 ഓപ്ഷൻ, എത്ര ഓപ്ഷൻസ് വേണം കൊടുക്കാം. പക്ഷെ അതിന്റെ കൃത്യമായ ഒരു ലിസ്റ്റ്, അതിൽ ആദ്യം ഏത് കോഴ്സ്, ഏത് കോളേജ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കണം. അപ്പൊ അത് നമുക്ക് അതിന്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഞാൻ, അപ്പൊ പ്രധാനപ്പെട്ട ഇതിലിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഒരുപാട് സോഴ്സസ് ഉണ്ട്. ChatGPT ഉണ്ട്, മെറ്റായി ഉണ്ട്, ജെമിനി ഉണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ കിട്ടും. പക്ഷെ ഈ ChatGPTയും ജെമിനിയും മെറ്റായി നോക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് തന്നെയാണ്. അതായത് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ റാങ്കിന് കയറി പോയിരിക്കുന്ന കോളേജുകളൊക്കെ ബെസ്റ്റ് കോളേജുകളാണ്. എന്തുകൊണ്ടാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 430 ആകുമ്പോഴേ തീരുന്നത്? എന്തുകൊണ്ടാണ് RIT കോട്ടയത്തിൽ 1212 ആകുമ്പോൾ തീരുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരിൽ പെട്ടെന്ന് തീരുന്നത്? കാരണം നല്ല കോളേജുകളാണ്. ആദ്യം ചെറിയ റാങ്കിന് സീറ്റുകൾ തീർന്നു പോയ കോളേജുകൾ തന്നെയാണ് ഏറ്റവും നല്ല കോളേജ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു സംശയമുണ്ട്, ഏതൊക്കെയാ നല്ല പ്രൈവറ്റ് കോളേജസ്? അതിലുണ്ടാവുമല്ലോ പ്രൈവറ്റ് കോളേജ്. ഇപ്പൊ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസാറ്റ്, എറണാകുളം, SCMS, ഒരുപാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പൊ അതിലൊക്കെ തീർന്നിരിക്കുന്ന റാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരോടും ചോദിക്കണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതിലാണ് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് പ്രിഫറൻസ് കൊടുത്ത് ആദ്യം തീർന്നു പോയത്. ഒരു കോളേജിൽ, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 43,700 ലാസ്റ്റ് റാങ്ക് പോയത്. അതിന്റെ അർത്ഥം എന്താ? 43,700 പോയിന്റ്സ് ആണ്. അത്ര നല്ല കോളേജല്ല. അത്രയും റാങ്കിന് പോലും കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് 4000 ആകുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു. അതിന്റെ അർത്ഥം നല്ല ഡിമാൻഡുള്ള കോളേജാണ്, കോഴ്സുമാണ്. അപ്പൊ ഒരു തറവായിട്ടുള്ള റിസർച്ച് അതിൽ നടത്തണം എന്നാണ് നമ്മളോട് പറയാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ, നിങ്ങളുടെ ആക്സസിബിലിറ്റി നോക്കണം. ഇപ്പൊ കഴിയുന്നത് നിങ്ങൾ എന്തായിട്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവിതത്തിന്റെ ഗോൾഡൻ ഇയേഴ്സ് ആണ് 18 വയസ്സ് മുതൽ 22 വയസ്സുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും വീട്ടിൽ നിൽക്കരുത്, ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ തമാശക്കാണെങ്കിൽ ഞാൻ പറയും. കാരണം നമ്മളാവുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ദൂരമുള്ള ക്യാമ്പസിൽ മാറിയിട്ട് അടിപൊളിയായിട്ട് ഹോസ്റ്റലൊക്കെ പോയിട്ട് സെറ്റായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് നിങ്ങൾ കുറച്ച് വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള ഒരു കോളേജ് പഠിക്കണം തന്നെയാണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം തന്നെയാണ് എൻ്റെ ഒരു സജഷൻ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതാണ് മികച്ച കോളേജുകൾ എന്ന് ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് മാത്രം നോക്കണം, ഇത് ഞാൻ ചുമ്മാ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു തറോ റിസർച്ച് നടത്തിയിട്ട് വിച്ച് ആർ ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള, അപ്പൊ അതിൽ തന്നെ വിച്ച് ആർ ദ ബെസ്റ്റ് ഗവൺമെന്റ്, അങ്ങനെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം, ഏതാണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ചുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കണം. അപ്പൊ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ സാധാരണ ഈ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പൊ ഇനി ഞാനിതിനെ കുറിച്ച് ആധികാരികമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസിന്റെ പുറകെയുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് എല്ലാവരും പോയി അതിലൊരു സാച്ചുറേഷൻ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന ഒരു ബ്രാഞ്ച്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലാതെ 2032 അതിന് നിങ്ങൾക്ക് ഈ സോഴ്സസ് ഉപയോഗിക്കാം, ChatGPT ഉപയോഗിക്കാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത് 2026 27 അല്ലാതെ അത് 2031 32 വർഷങ്ങളൊക്കെയാണ്. അപ്പൊ ഈ 2031 ആവുന്ന സമയത്ത് 2031 ആവുന്ന സമയത്ത് ഏത് എഞ്ചിനീയറിംഗ് 2030 31 കാലഘട്ടത്തിലൊക്കെ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് സ്കോപ്പ് എന്ന് ഒരിക്കലും ഇപ്പൊ പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, ടെക്നോളജിയുടെ ഡെവലപ്മെന്റോട് കൂടിയിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ സ്കോപ്പും വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയാലും, സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയാലും അതിന്റെ സ്കോപ്പ് ഇങ്ങനെ വർദ്ധിക്കും. കാരണം എല്ലാവരും എംബഡഡ് ആയിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രാധാന്യം. 2030 കാലഘട്ടത്തിൽ സ്കില്ലിനായിരിക്കും പ്രാധാന്യം. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്ന ഉടനെ നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തണം. അപ്പൊ അങ്ങനെ ബ്രാഞ്ചുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാം. അപ്പൊ പലതരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ച് ഉണ്ട്, അഗ്രികൾച്ചർ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ച് ഉണ്ട്, മെറൈനുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചുകളുണ്ട്, എമർജിങ് അതായത് മെക്കാട്രോണിക്സ് പോലുള്ള റോബോട്ടിക്സ് പോലുള്ള ബ്രാഞ്ചുകളുണ്ട്, ഓട്ടോമൊബൈലിലെ ബ്രാഞ്ചുകളുണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇതിനൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊക്കെ എടുത്തിട്ട് മോസ്റ്റ് പ്രിഫേർഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവില്, മെക്കാട്രോണിക്സ്, ഇതൊക്കെയാണ് മോസ്റ്റ് പ്രിഫേർഡ് ബ്രാഞ്ചസ്. അപ്പൊ ഇപ്പോഴും ഒരു ഹോട്ട് കേക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ഇലക്ട്രോണിക്സ് ഒക്കെ ഇപ്പൊ കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക. ഞാൻ ഒരിക്കലും ഒരു ബ്രാഞ്ച് സജസ്റ്റ് ചെയ്യില്ല, കാരണം നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാഹനങ്ങളെ കുറിച്ച് അസാമാന്യമായിട്ടുള്ള ഒരു താല്പര്യമുള്ള ഒരു കുട്ടി ഒരിക്കലും കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവരുത്. അവൻ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പൊ കെട്ടിടങ്ങള്, ദൂരെയുള്ള കെട്ടിടങ്ങൾ കാണുമ്പോൾ ഇത് എത്ര വലിയ ബിൽഡിംഗ്, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന്റെ ഒരു ബ്യൂട്ടി എന്താ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുന്ന കുട്ടി കമ്പ്യൂട്ടർ എഞ്ചിനീയറിലാവേണ്ടത് സിവിൽ എഞ്ചിനീയർ ആവണം. അപ്പൊ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുത്താൻ ഞാൻ ഒരിക്കലും പറയാൻ ആളല്ല, ഞാൻ പറയുകയും ചെയ്യില്ല, ഞാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യില്ല ഏത് ബ്രാഞ്ച് എടുക്കണമെന്ന്. അത് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമാണ്. പിന്നെ ഏത് ബ്രാഞ്ച് എടുത്ത് അതിൽ വൃത്തിയായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് അതിൽ നല്ല ജോലി കിട്ടും, ഉറപ്പാണ്. ഏത് ബ്രാഞ്ച് എടുത്ത് വൃത്തിയായിട്ട് അത് ചെയ്യുക, ഉറപ്പായിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി നമുക്ക് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയർ, അതായത് എങ്ങനെയായിരിക്കും ഈ അലോട്ട്മെന്റ് തുടങ്ങുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. എന്നാൽ അതിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ഞാൻ തരാം. അപ്പൊ ആദ്യം നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ആദ്യം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഒന്ന് നോക്കിക്കോളൂ. റാങ്ക് ലിസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നന്നായിട്ടൊന്ന് പഠിക്കുക, എത്ര റാങ്ക് വരെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ബുക്കും കൂടെ സഹായിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് അനൗൺസ് ചെയ്ത് ആരംഭിക്കും. കുറച്ച് ഡിലേ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത് ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. പ്രയോറിറ്റി ഓർഡറിൽ 1, 2, 3, 4 മുൻഗണന അടിസ്ഥാനത്തിൽ ഓപ്ഷൻസ് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. ഒരു കിട്ടാൻ സാധ്യതയില്ലാത്ത കുറെ ഓപ്ഷൻസ് തുടക്കത്തിൽ കൊടുത്തു നോക്കിയത് അലോട്ട്മെന്റ് ഡിലേ ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കിട്ടാൻ സാധ്യതയുള്ളത് അതിന്റെ അല്പം മുകളിലുള്ള കുറച്ച് ഹയർ ഓപ്ഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസിന്റെ പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രയൽ അലോട്ട്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ട്രയൽ അലോട്ട്മെന്റിലാണ് നമ്മൾ ഈ കൊടുത്തതിന്റെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കുക. അതിനാണ് ട്രയൽ വെക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റ് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സിന് പോലും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ വിചാരിച്ചതിൽ കിട്ടുന്നില്ലെങ്കിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ട് എഡിറ്റ് റീഅറേഞ്ച്. ട്രയലിന് ശേഷം വളരെ ശ്രദ്ധിക്കണേ, എഡിറ്റ് ആൻഡ് റീഅറേഞ്ച് ട്രയലിന് ശേഷം ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ വീണ്ടും ഞാൻ പറയാം, ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ ആദ്യം കൊടുത്ത കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് എക്സിറ്റ് ആവേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷന്റെ കുറച്ച് മുകളിലായിട്ട് ഹയർ ഓപ്ഷൻസ് വേണം, എന്നാൽ മാത്രമേ നിലനിൽക്കൂ. ഓക്കെ. പിന്നെ ഫീസ് അടക്കുക. പിന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആവും കേട്ടോ. കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. പിന്നെ ഹയർ ഓപ്ഷൻസ്, അപ്ഗ്രഡേഷൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അത് പരിഗണിക്കുക.
പിന്നെ നിങ്ങളുടെ സെക്കൻഡ് തേർഡ് മോപ്പപ്പ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഇത് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, ആദ്യം നമ്മുടെ റാങ്ക് വിശദമായിട്ട് പരിശോധിക്കുന്നു, ഓൺലൈനായിട്ട് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനു മുമ്പ് എന്ത് കയ്യിൽ വേണം? അപ്പൊ ഏറ്റവും ഒരു മണ്ടത്തരം എന്ന് പറയുന്ന സംഗതി ഞാൻ പറയും, ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ പോയിട്ട് പറയുന്നു ആ ഓപ്ഷൻ കൊടുത്തോളൂ. അവിടെ ഇരിക്കുന്ന ചേച്ചിക്ക് 100,000 ആൾക്കാർ ചുറ്റും, അവരെ കുറ്റം പറയാനും പറ്റില്ല. അവരെന്ത് ചെയ്യും? 1, 2, 3, 4, 5, 6 കുറെ കോളേജുകൾ, എത്ര പ്രാവശ്യം ഇത് പറ്റിയിട്ടുണ്ടെന്ന് അറിയോ? കുറെ കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത കോളേജും ബ്രാഞ്ചും ഒരിക്കലും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ ബുക്ക് കയ്യിൽ കരുതുക. ചേച്ചി ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് ഇത് കൊടുത്തോളൂ, 2 ഇത് കൊടുത്തോളൂ, അങ്ങനെ തന്നെ പറയണം കൃത്യമായി. പിന്നെ ട്രയൽ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് പോവുക. അവിടുന്ന് കിട്ടുന്ന അലോട്ട്മെന്റ് തീർച്ചയായിട്ടും അവിടെ ഫീ അടക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കിട്ടിയ കോളേജ് ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആവേണ്ടി വരും കേട്ടോ. ഫീസ് അടക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജ് റിപ്പോർട്ടിംഗ് ടൈം കുറച്ച് ഡിലേ ആവും, ചിലപ്പോൾ സെക്കൻഡോ തേർഡോ കഴിഞ്ഞ്. അത് ഈ വർഷം ഇങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് തേർഡ് മോപ്പപ്പ്, ലാസ്റ്റ് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് മോപ്പപ്പ് അലോട്ട്മെന്റ്, അതുവരെ വെയിറ്റ് ചെയ്യും. ഇത്രയാണ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഒന്നും കൂടെ നന്നായിട്ട് കണ്ട് ഇപ്പോഴും തന്നെ അലോട്ട്മെന്റ് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ ഓപ്ഷൻ ബുക്ക് റെഡിയാക്കി വെക്കുക. അലോട്ട്മെന്റിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങി വെക്കുക. നല്ല ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. മക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗോൾഡൻ ഇയേഴ്സ് വളരെ പെട്ടെന്ന് ഈ വർഷം തന്നെ തുടങ്ങാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.